ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു മൈസൂർ വിശേഷമായിട്ട് വീണ്ടും വരുമെന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും മൈസൂർ വിശേഷമായിട്ട് വന്നിരിക്കുന്നു ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നേരെ ഞങ്ങൾ ചന്ദന ഫാക്ടറിയിലാണ് ഗൈസ് ആദ്യം പോയത്. അവിടെ വലിയ വീഡിയോസ് എടുക്കാൻ പറ്റിയത് അണ്ണലോടായിരുന്നു ഗൈസ്. അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഗൈസ്. ഇവിടെ എൻട്രി ടിക്കറ്റ് എടുക്കുന്നതാണ് ഗൈസ് മൈസൂർ പാലസിൻ്റെ. അപ്പം നമ്മൾ മൈസൂർ പാലസിൻ്റെ മുമ്പിലാണ് ഗൈസ് നിൽക്കുന്നത് ഗൈസ്. ഇതാണ് ഗൈസ് മൈസൂർ പാലസ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഗൈസ്. സൂപ്പർ വ്യൂ ആണ് ഗൈസ്. നിങ്ങളിവിടെ മൈസൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഗൈസ് വരണം ഗൈസ്. നല്ല വ്യൂ ആണ്. അകത്തൊക്കെ ഇഷ്ടം പോലെ കാണാനുണ്ടായിരുന്നു ഗൈസ്. സൂപ്പറായിരുന്നു ഗൈസ്. ഇവിടെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തു ഗൈസ്. മണ്ടവശമൊക്കെ കണ്ടോ ഗൈസ്. എന്തൊരു ഭംഗിയാണ് നിങ്ങൾ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ പീരങ്കിയൊക്കെ ഉണ്ട് ഗൈസ്. വെളിയാണ് പീരങ്കി വെച്ചിരുന്നത്. നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. ഇവിടെ എന്ത് ഭംഗിയാണ് നിങ്ങൾ കണ്ടോ ഗൈസ്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. നിങ്ങൾ ഉറപ്പായിട്ടും മൈസൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും വരണം. ഞങ്ങൾ റൂം എടുത്തത് ഇതിൻ്റെ അടുത്തായിട്ടാണ് ഗൈസ്. ഗൈസ് നല്ല ഫോട്ടോ ഒക്കെ എടുത്തു ഗൈസ് ഞങ്ങൾ. പിന്നെ കുറച്ച് പെയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ അടിയിൽ ആരൊക്കെയാണ് എപ്പോൾ എടുത്തതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ ഇവിടെയാണ് ഗൈസ് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. പഴയ കാലത്തെ ഡാൻസ് മാത്രമല്ല പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലം കൂടാണ് ഗൈസ് ഇത്. പിന്നെ ഞങ്ങൾ ഒരു ആനയുടെ തലയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. നല്ല രസമായിരുന്നു ഗൈസ്. പിന്നെ സൂപ്പറായിരുന്നു ഗൈസ് ഇത് ഗൈസ്. ഞങ്ങൾ ഇത് മിററിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തതാണ് ഗൈസ്. ഇവിടെ ഇതൊക്കെ ഫാമിലി ഫോട്ടോസൊക്കെയാണ് ഗൈസ്. അതിൻ്റെ അടിയിൽ ആരൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല സൂപ്പറായിരുന്നു ഗൈസ്. ടിപ്പു സുൽത്താൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ള ഫോട്ടോസൊക്കെയാണ് ഗൈസ്. ടിപ്പു സുൽത്താൻ്റെ ചിൽഡ്രൻസ്, വൈഫ്, അനിയത്തിമാർ, ചേട്ടത്തിമാർ, അങ്ങനെ കുറേ ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഇതിൻ്റെ അടിയിൽ. പിന്നെ ഫോട്ടോസും ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊക്കെ പെയിൻറ്റ് ചെയ്തതാണ് ഗൈസ് ഇതെടുത്തത്. ഇത് പ്രിൻ്റ് അല്ല, ഇത് പെയിൻ്റാണ് ഗൈസ്. എല്ലാം ഡ്രോയിങ് ആണ് ഗൈസ്. കണ്ടാൽ നമ്മൾ പറയത്തില്ല ഗൈസ്. കണ്ടാൽ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഗൈസ്. ഗ്രൂപ്പ് ഫോട്ടോസ്, അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഗൈസ്. ഗൈസ് പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അതുകൊണ്ട് അടിയിലത്തെ പേരൊന്നും ഞങ്ങൾക്ക് സൂം ചെയ്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് ഇത് മൊണാലിസയുടെ ഫോട്ടോ. ലാസ്റ്റ് കണ്ടത് ബ്രിട്ടീഷുകാരുടെ ഫോട്ടോസാണ് ഗൈസ് ഇതെല്ലാം ഗൈസ്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഗൈസ് ഡാൻസും പ്രോഗ്രാമും ഒക്കെ കളിക്കാനായിട്ടാണ്. പിന്നെ ഗൈസ് ഇത് ഗൈസ് ഉഗ്രം തടിയുടെ റോറാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നേരെ ഞങ്ങൾ അണ്ടർ വാട്ടർ അക്വേറിയത്തിലേക്ക് എത്തി ഗൈസ്. ഇത് കണ്ടോ ഗൈസ്. ഇവിടെ നല്ല രസമായിരുന്നു ഗൈസ്. ഇവിടെ കുറേ മീനുണ്ട് ഗൈസ്. നമ്മൾ കാണാത്ത രീതിയിലത്തെ മീനുകൾ പോലും ഉണ്ട് ഗൈസ്. ഇവിടെ ഇഷ്ടം പോലെ ഫിഷ് ഉണ്ടായിരുന്നു ഗൈസ്. ചിലയിടത്തൊക്കെ മീനിൻ്റെയൊക്കെ ഭയങ്കര സ്മെല്ലല്ലേ ഗൈസ്. പക്ഷേ ഇവിടെ സ്മെല്ലേ ഇല്ല. നല്ല ഫ്രഷ്നെസ് ആയിരുന്നു ഗൈസ് ഇങ്ങോട്ട് കയറിയപ്പം തന്നെ ഗൈസ്. ഞങ്ങൾ പിന്നെ കുറേ പിക്കൊക്കെ എടുത്തു ഗൈസ്. ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറേ സെക്ഷനുണ്ട്. ഇവിടെ ക്യാമറമാരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം കുറേ ഫിഷ് ഉണ്ടായിരുന്നു ഗൈസ്. ഇത് കണ്ടോ ഗൈസ്. ഇത് ആയിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് അതിൻ്റെ അങ്ങോട്ട് താഴോട്ട് പോകാൻ പറ്റും ഗൈസ്. അപ്പം നമ്മൾ ഇത് കണ്ടോ ഗൈസ്. അവിടെ ഇഷ്ടം പോലെ അക്വേറിയസും എല്ലാം ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്. ഇവിടെ ഞങ്ങൾ കുറേ പിക്കൊക്കെ എടുത്തായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ഇത് കണ്ടോ ഗൈസ്. നിങ്ങൾ അവിടെ ഇരിക്കുന്നത് പാമ്പാണെന്ന് വിചാരിക്കുന്നത് അത് പാമ്പൊന്നുമല്ല ഗൈസ്. ഒരു തരം ഫിഷാണ് ഗൈസ്. ആ ഫിഷിൻ്റെ പേരറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ ഈ ഫിഷാണ് ഗൈസ് എൻ്റെ അകത്ത് ഇരുന്നത്. അപ്പം ഗൈസ് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് പോയപ്പോൾ ഗൈസ് അങ്ങോട്ട് കയറുന്നിടത്താണ് ഗൈസ് അണ്ടർ ഉള്ളത് ഗൈസ്. പിന്നെ ഇവിടെ ആമ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ടർട്ടിൽസ്, കടലാമകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല സൂപ്പറായിരുന്നു ഗൈസ്. ഇത് കണ്ടോ ടർട്ടിൽസ്, കടലാമകൾ ഗൈസ്. ഇഷ്ടം അത് 2-3 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്.
പിന്നെ ഈ ഫിഷിൻ്റെ പേരറിയുന്നവരും കൂടെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അങ്ങനെ കുറേ പിക്കൊക്കെ എടുത്തു ഗൈസ് ഞങ്ങൾ. പിന്നെ ഇത് കണ്ടു ഗൈസ്, ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു. ഇവിടെ മീനുകളെ ഉള്ളായിരുന്നു ഗൈസ്, എവിടെ നോക്കിയാലും മീനായിരുന്നു ഗൈസ്. ഗൈസ് ഇതുപോലെ ചെറിയ തരം മീനുകളല്ല, വലിയ വലിയ മീനൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങോട്ട് പോകുന്നിടത്ത് നമ്മൾ കാണാതെ വെറൈറ്റി മീനാണ് അതുകൊണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതാണ് ഗൈസ് അണ്ടർ വാട്ടർ. ഇവിടെ ഓസ്കാർ തൊട്ട് അരാപ്യമ വരെയുള്ള മീനുകളുണ്ട് ഗൈസ്. ഇതൊക്കെ കണ്ടോ ഗൈസ്, നല്ല ഭംഗിയല്ലേ ഈ ചെറിയ മീനുകളൊക്കെ കാണാം. വേണ്ട ഗൈസ്, ഓസ്കാർ പോലുള്ള മീനുകളൊക്കെയാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഓസ്കാറും ഉണ്ട് ഗൈസ്. ഈ മീനിൻ്റെ പേരൊക്കെ അറിയുന്നവരൊന്ന് കമന്റ് ഉണ്ടായി ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങോട്ട് ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ പിന്നെ കൂടുതൽ വലിയ വലിയ മീനാണ് ഗൈസ്. അലിഗേറ്ററും അരാപ്പാമയും ഒക്കെ ആയിരുന്നു ഗൈസ് കൂടുതൽ ഗൈസ്. നമ്മുടെ മേളിൽ തലയുടെ മേളിൽ വരെ മീനുകളായിരുന്നു ഗൈസ്. കൊച്ചു കൊച്ചു മീനുകൾ തൊട്ട് വലിയ വലിയ മീൻ വരെ ഉണ്ട് ഗൈസ്. നമ്മൾ കാണാത്തതായിട്ട് വെറൈറ്റി ടൈപ്സ് മീനായിരുന്നു എല്ലാം ഗൈസ്. ഇവിടെ ഞങ്ങൾ ഇതുപോലെ വലിയ മീനുകളൊന്നും കാണുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ഗൈസ്. ഇവിടെ ചെന്നപ്പോഴാണ് ഗൈസ് ഇതൊക്കെ കണ്ടത് ഗൈസ്. നല്ല രസമായിരുന്നു ഗൈസ്. ഇവിടെ ഇത് കണ്ടു ഗൈസ്, സക്കർ എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ നല്ല രസമായിരുന്നു ഗൈസ്. കൊച്ചു കൊച്ചു മീൻ, കളർഫുള്ളായിട്ടുള്ള കൊച്ചു കൊച്ചു ഉണ്ട് ഗൈസ്. ഇവിടെ നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ ഗൈസ്. അടിപൊളി സൂപ്പർ മീനായിരുന്നു ഗൈസ്. വേണ്ട ഗൈസ്, ഇവിടെ ഓസ്കാറൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ഗൈസ് ഒരു ഓസ്കാറാണ് ഗൈസ്. ഇത് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ ഇതുപോലത്തെ ഇതൊക്കെയായിരുന്നു ഗൈസ്. വേണ്ട ഗൈസ്, അരോണയാണ് ഗൈസ് ഇതെല്ലാം ഗൈസ്. ഇനി കൂടുതൽ വീഡിയോ എടുത്താൽ ഇത് വലിയ ലോങ് വീഡിയോ ആയിപ്പോകും ഗൈസ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും മൈസൂർ വിശേഷങ്ങളായിട്ട്. ബൈ ബൈ.